വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. വചനത്തിൻ്റെ ദൂത്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന് ബലമായി, ശക്തിയായി, ജീവിതത്തെ ധന്യമാക്കുന്ന ദൈവപ്രവൃത്തിയിലുള്ള ആഴമായ വിശ്വാസം, അചഞ്ചലമായ തീരുമാനങ്ങളുടെ ഹൃദയതലങ്ങളിലേക്ക് തിരിവുകളും മാറ്റങ്ങളും വരത്തക്ക നിലയിൽ വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തെ തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കും ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരധ്യായം. കാനാവിലെ കല്യാണ വീട്ടിലെ കർത്താവിൻ്റെ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി അത് വർണ്ണിക്കത്തക്ക നിലയിലുള്ള ചരിത്ര സംഭവമായി മാറിയ ആ അധ്യായത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഴമായി ഇടപെടുന്ന ദൂത്, കർത്താവ് പറയുന്ന ഒരു വാക്ക് ഇതാണ്: എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, സമയം ആയിട്ടില്ല എന്നൊരു ആശയം അതിനകത്തുനിന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. സാഹചര്യം ഒരു ശൂന്യത നിറഞ്ഞിരിക്കുന്ന, പോരായ്മയുടെ തലം വെളിപ്പെട്ട് നിൽക്കുന്ന സന്ദർഭം. ജീവിതത്തിൽ എത്ര മനുഷ്യർ കൂടി ജീവിതത്തെ ആ അവസ്ഥയിൽ പ്രവർത്തിക്കാൻ നോക്കിയാലും നടക്കത്തില്ല. ആ കുടുംബം ഒരു നിന്ദയിലേക്കും ഒരു പരിഹാസത്തിലേക്കും, നാളെ മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള ഒരനുഭവത്തിലേക്ക് ആ കല്യാണ വീട് ആയിത്തീരാൻ പോവുക. അപ്രകാരം അവസ്ഥയിലേക്ക് ആ ഭവനം തിരിയാൻ പോവുക. ആ വിവരം യേശുവിനോട് അറിയിച്ചപ്പോൾ കർത്താവിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു? അമ്മേ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്താ ഇപ്രകാരം ഒരു വിശ്വാസം കടന്നു വരുവാൻ ഇടയാകുന്ന മറിയുടെ ഹൃദയത്തിനകത്ത് ഇപ്രകാരമാ ഒരു വിശ്വാസത്തിൻ്റെ തലം തുറക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്? കർത്താവിൻ്റെ സമയം വന്നിട്ടില്ല, യേശുവിൻ്റെ സമയം വന്നിട്ടില്ല, ദൈവപ്രവൃത്തിയുടെ സമയം ആ വിഷയത്തിൽ വന്നിട്ടില്ല. എന്നാൽ യേശു കർത്താവ് ആ സാഹചര്യത്തിൻ്റെ, ആ പ്രതികൂലത്തിൻ്റെ, ആ പോരായ്മയുടെ, ആ ശൂന്യതയുടെ തലത്തിൽ യേശുവുണ്ട്. വലിയവനായ ദൈവമുണ്ട്, സർവശക്തനായ ദൈവമുണ്ട്. നാഴിക വന്നിട്ടില്ലെങ്കിലും, ദൈവപ്രവൃത്തിയുടെ സമയം വന്നിട്ടില്ലെങ്കിലും ദൈവം വന്നിട്ടുണ്ട്, കർത്താവ് വന്നിട്ടുണ്ട്. അതല്ലേ ആ വാക്യം വ്യക്തമാക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൂത് വിശ്വസിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങളുടെ മേൽ നാഴിക വന്നിട്ടില്ലെങ്കിലും, സമയം വന്നിട്ടില്ലെങ്കിലും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്, അരുമനാഥൻ വന്നിട്ടുണ്ട്, സർവശക്തനായ ദൈവം വന്നിട്ടുണ്ട്. കാലങ്ങളെ തിരിക്കുന്ന, സമയങ്ങളെ തിരുത്തുന്ന, സമയങ്ങളെ മാറ്റുവാൻ പ്രാപ്തിയുള്ള എൻ്റെ കർത്താവിൻ്റെ ആഴമേറിയ പ്രവൃത്തി മണ്ഡലത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ ഇന്ന് ആയിരിക്കുന്ന കുടുംബങ്ങളോട്, ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ, നിന്ദിക്കപ്പെടുവോ പരിഹസിക്കപ്പെടുവോ എന്ന മനോദുഃഖത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളുടെ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. തല ഉയർത്തുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ സമയമായിരിക്കുന്നു. മാനിക്കപ്പെടുന്ന നിലവാരത്തിലുള്ള ദൈവമഹത്വം കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ വെളിപ്പെടുത്തുന്ന സമയമായിരിക്കുന്നു. വിശ്വസിക്കട്ടെ, ഈ ദൂത് ഏറ്റെടുക്കട്ടെ, ഈ ആലോചന ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവ് വന്ന അത് സമയമാക്കി തീർക്കുവാൻ കഴിയും. എൻ്റെ കർത്താവ് വന്ന എൻ്റെ അവസ്ഥ കണ്ടൊന്നും മനസ്സലിഞ്ഞ മതി, എൻ്റെ സ്ഥിതി മാറിയിരിക്കും.
ഏത് പ്രശ്നത്തെ, ഏത് വിഷയത്തെ സമയം നോക്കാതെ പ്രവർത്തിപ്പാ, എൻ്റെ അവസ്ഥ നോക്കി പ്രവർത്തിക്കുക. എൻ്റെ ദൈവം മതിയായവൻ. എൻ്റെ കണ്ണുനീര് കണ്ട് പ്രവർത്തിക്കുക. ദൈവം മതിയായവൻ. എൻ്റെ തകർച്ചകൾ കണ്ട് പ്രവർത്തിക്കുക. എൻ്റെ ദൈവം മതിയായവൻ. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ കർത്താവിനെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ ദൈവത്തെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പൈതലേ, തളരണ്ട, ക്ഷീണിക്കണ്ട, പതറിപ്പോകണ്ട. പരിശുദ്ധാത്മ പറയുന്നു, നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ ഇത്ര വിശ്വാസം വ്യാപരിക്കുക. കർത്താവ് വന്നിട്ടുണ്ടല്ലോ, യേശു വന്നിട്ടുണ്ടല്ലോ, അത് മതി, അത് മതി. അത്ഭുതം നടന്നിരിക്കും. ദൈവം മനസ്സ് മാറ്റിയിരിക്കും. ദൈവം പ്രവർത്തിച്ചിരിക്കും. സമയത്തെ ദൈവം വെട്ടും, സമയത്തെ ദൈവം തിരുത്തും. ഇപ്രകാരം അവസ്ഥ കണ്ടും കർത്താവ് മനസ്സലിയുന്ന ദൈവമാണ്. ഇന്ന് ദൂത് ആഴത്തിൽ വിശ്വസിച്ചു, വചനം ഏറ്റെടുത്തു. കർത്താവ് സഹായിക്കാൻ പോകുന്നു. ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. നീതിമാനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ശബ്ദത്തിനായി, ആലോചനയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. അവരുടെ അവസ്ഥ കണ്ട് പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവം, മനസ്സലിയുന്ന ദൈവം, കരുണയുള്ള കർത്താവ്, ഈ ദിവസങ്ങളിൽ ചലിക്കാൻ പോകുന്നതിനായി, പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.